തിരുവനന്തപുരം പേട്ടയിൽ കാണാതായ 2 വയസ്സുകാരിയുടെ DNA സാമ്പിൾ ഫോറൻസിക് ലാബിലേക്ക് അയച്ചു. മദ്യത്തിന്റെ അംശം അടങ്ങിയിട്ടുണ്ടോ എന്നറിയാൻ രക്തസാമ്പിളും ശേഖരിച്ചിട്ടുണ്ട്. ഇന്നലെ ശിശുക്ഷേമ സമിതി രേഖപ്പെടുത്തിയ കുട്ടിയുടെ മൊഴി പോലീസ് വിശദമായി പരിശോധിക്കുകയാണ്. പേട്ടയിൽ കാണാതായി തിരികെ കിട്ടിയ കുട്ടിയുടെ മാതാപിതാക്കൾ തന്നെയാണോ ഒപ്പമുള്ളതെന്നറിയാൻ കുഞ്ഞിന്റെ DNA പരിശോധന പോലീസ് നടത്തി. അതിനായി DNA സാമ്പിൾ ഫോറൻസിക് ലാബിലേക്ക് അയച്ചു. ഒപ്പം മിണ്ടാതെയും അനങ്ങാതെയും കുട്ടി ബ്രഹ്മോസിന് പുറകിലുള്ള ഓടയിൽ കിടന്നത് ആരെങ്കിലും മദ്യം നൽകിയിട്ടാണോ എന്ന സംശയവും പോലീസിനുണ്ട്. അതുകൂടി പരിശോധിക്കാൻ രക്തസാമ്പിളും പോലീസ് ശേഖരിച്ചു. കുട്ടിയെ സംബന്ധിച്ച് ഒരു രേഖകളും ഹാജരാക്കാൻ നാടോടി കുടുംബത്തിന് സാധിക്കാത്തതിനാലാണ് പരിശോധന എന്നാണ് പോലീസ് പറയുന്നത്. മാതാപിതാക്കളുടെ രക്തസാമ്പിളുകളും പോലീസ് ശേഖരിച്ചു. കുഞ്ഞിനെ തിരികെ കിട്ടി 3 ദിവസം കഴിഞ്ഞിട്ടും സംഭവവുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ നീക്കാൻ പോലീസിന് ഇതുവരെ സാധിച്ചിട്ടില്ല. ഇനി കുഞ്ഞിന്റെ മൊഴിയിൽ നിന്ന് ദുരൂഹതകൾ നീക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ് ഉള്ളത്. കൗൺസിലിംഗ് നൽകിയ ശേഷമാണ് മൊഴി രേഖപ്പെടുത്തിയത് എന്നതിനാൽ പ്രതിയിലേക്കുള്ള സൂചനകൾ ലഭിച്ചേക്കുമെന്നാണ് പോലീസ് കരുതുന്നത്. 40ഓളം വീടുകളിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങളും സൈബർ പരിശോധനാ ഫലം കൂടി ലഭിക്കേണ്ടതുണ്ട്. കുട്ടിയുമായി തിരിച്ചു പോകണമെന്ന ആവശ്യത്തിലാണ് നിലവിൽ കുടുംബമുള്ളത്. അതിനാൽ അന്വേഷണത്തിലടക്കം കുടുംബം സഹകരിക്കുന്നില്ലെന്നാണ് പോലീസ് പറയുന്നത്. എന്നാൽ അന്വേഷണം പൂർത്തിയാകും വരെ ആരെയും തിരികെ പോകാൻ അനുവദിക്കില്ലെന്നാണ് പോലീസിന്റെ നിലപാട്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.